ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കറികളുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക കറികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും പപ്പടവും പഴവും എല്ലാം അടക്കം 23 ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സദ്യക്ക്. അപ്പോൾ ഞാനിതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുക. ഞാൻ രാവിലെ ഒരു 6:30-7 മണിക്കൊക്കെ കിച്ചണിക്ക് കയറിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തേങ്ങകളൊക്കെ ഒന്ന് ഉടച്ച് വെച്ച് ചിരകിയൊക്കെ എടുത്തു. കാരണം തേങ്ങക്കൊക്കെ ഒരുപാട് ആവശ്യം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ചിരകണ്ടല്ലോ വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങനെ ചിരകി വെച്ചു. തന്നെ ചിരകി ഫ്രിഡ്ജിൽ വെക്കണേക്കാൾ ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് തലേന്ന് ടൈം കിട്ടിയില്ല. ഞാൻ ചോറൊക്കെ ഒന്ന് തീമിട്ടു. ആദ്യം തന്നെ ഞാൻ സദ്യൻ്റെ എല്ലാ റെസിപ്പീസും ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അതിൽ നോക്കിങ്ങാണ്ട് രാവിലെ എല്ലാതും ഓരോന്ന് ഇങ്ങനെ മാറ്റി വെച്ചു, എല്ലാവർക്കും വേണ്ട പച്ചക്കറികളും തേങ്ങയൊക്കെ. അപ്പോൾ ആദ്യം അതൊക്കെ റെഡിയാക്കി വെച്ചു. ആദ്യം ഞാൻ സാമ്പാർ പൊടിയൊന്നും ഇടാതെ തേങ്ങ നരക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കാണിക്കുന്നത്. കുക്കറിലാണ്. ഇപ്പോൾ കുക്കർക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു മുരിങ്ങാക്കായ 2 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഈ കഷ്ണം മത്തന്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, ചിരങ്ങ, ഇതൊക്കെ ഇട്ട് കൊടുക്കണം. വാഴയ്ക്ക് പിന്നെ വഴുതനങ്ങയാണ്. പിന്നെ ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി, 2-3 പച്ചമുളകും, പിന്നെ 2-3-4 വെണ്ടയ്ക്കയാണ്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ പരിപ്പാണ്. അപ്പോൾ ഞാനിത് വേവിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടൊക്കെ തന്നെയാണ്. ഇത് നമ്മൾ പച്ചക്കറിൻ്റെ ഒപ്പം വേവും, തീരെ വേവില്ലാത്ത പരിപ്പാണ്. അതായത് നമ്മൾ കടലപ്പരിപ്പില്ല, അതൊന്നും ഇട്ടിട്ടില്ല. ഈ കുക്കറിൽ വേവിക്കൊണ്ട് തന്നെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് നമ്മൾ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്യണം. നമ്മൾ സാമ്പാർ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഈ പച്ച കുറച്ച് വെച്ചിട്ട് വേണം പണിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ പുളി പിഴിഞ്ഞിട്ട് വെക്കും വേണം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഈ കായം കട്ടക്കായ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം ഇറക്കരുത്, നമ്മൾ പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ് വെക്കാൻ. കാരണം ഇത് ചൂടാകുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണം. ഈ മിക്സ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൊന്നോട്ടെ സാമ്പാറൊന്ന് കടർത്ത് വാരുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് മാങ്ങുക. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം തീ ഓഫാക്കിയിട്ട് കറിവേപ്പില ഇട്ടാൽ മതി. നമ്മൾ കടുകർത്തത് നമ്മൾ തിളച്ചിന് സാമ്പാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാകും. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് നമ്മളെങ്ങനെ ചെയ്യുക, കുക്കറിൽ നമുക്ക് കറി ഉണ്ടാവും. നമ്മൾ ഒരു വിസിൽ വരാൻ ഇങ്ങനെ സ്റ്റാർട്ടായി നിൽക്കുമ്പോൾ ഓഫാക്കുക. എന്നിട്ട് പിന്നെ ആവിയൊക്കെ പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടാകും. അപ്പോൾ അരിൻ്റെ കുറച്ച് തോനെ മേലെ വെള്ളം വെക്കണം. ഞാൻ അങ്ങനെ വെക്കലെന്നാൽ പിന്നെ കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ ഞാനിത് 10 ലിറ്ററിൻ്റെ കുക്കറാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാ വെക്കുമ്പോൾ 2 ഗ്ലാസ് 1.5 ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ 5 ലിറ്ററിൻ്റെ വെക്കൽ. ആർക്കും ഇഷ്ടമുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ മാങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, തൈരിന് പകരം. ഇനി അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചിരങ്ങ എടുത്തിട്ടുണ്ട്, പയർ എടുത്തിട്ടുണ്ട്, പിന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്, പിന്നെ നമ്മൾ മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്, പിന്നെ ചേന എടുത്തിട്ടുണ്ട്. ചേന എനിക്ക് ചൊറിയും, ചേനയോട്ട് എത്ര ഇഷ്ടമല്ല, അരിനെ ഇഷ്ടമല്ല, തിന്നാൻ ഇഷ്ടമല്ല. അതാണ് കയ്യോടൊക്കെ എടുക്കണം, ഇത് ചൊറിയാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ചേനയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ചേനക്ക് കുറച്ച് വേവുണ്ടാവും. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചേന ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അവിയലിൻ്റെ ചേന വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒപ്പം ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്നും കേട്ട് ഇതൊരു മയം വന്നതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. അത്
അപ്പോൾ ഞാൻ അവിയലൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതൊന്ന് അടക്കി കൊടുക്കാം. നമുക്കിത് അടച്ചേക്കാം. ഇത് അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മൾ ചെറിയ ജീരകമാണ്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ നമ്മളിതിലേക്ക് മാങ്ങയാണ് ഇടുന്ന പുളിക്ക്. അപ്പോൾ ആ മാങ്ങയും മിക്സാക്കി ഞാൻ കുറച്ച് ഇങ്ങനെ അരച്ച് വെക്കാണ്. നല്ല അരക്കൊന്നും വേണ്ട, നമ്മൾ ചതച്ചാൽ മതി. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലത്തെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അവിയലിൻ്റെ. ഇനി നമുക്കിത് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. നമ്മൾ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മൾ അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. ഇനി ഓലനാണ് ഉണ്ടാക്കുന്നത്. സദ്യ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തുമ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഓലനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുമ്പളങ്ങ ഇത്രയും വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് വെറും ഉപ്പിട്ടുങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതുപോലെ മമ്പയർ, ഇത് നമ്മൾ മമ്പയറാണ്. അത് ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടുങ്ങാണ്ട് അതും വേവിച്ച് വെച്ചതാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സാക്കാം. ഇത് രണ്ടും ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷെ രണ്ടായിട്ട് വേവിച്ചെടുത്താലുള്ള ഇതിന് നല്ലൊരു നിറം കിട്ടുക. അല്ലെങ്കിൽ മമ്പയറിൻ്റെ കളർ കുമ്പളങ്ങ പിടിച്ചിട്ട് ഒരു ചൊറുക്കില്ലാത്ത കളറേ കാരണം. അപ്പോൾ ഇത് രണ്ടും മിക്സാക്കി ഞാനിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. നമുക്കതൊക്കെ വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങാൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഞാൻ കട്ടിയിൽ ഒറ്റൊരു പാലെടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വെക്കണമൊന്നുമില്ല, വെളിച്ചെണ്ണ പച്ചയായിട്ട് അങ്ങനെ ഒഴിക്കണം. ഇനി നമ്മളെടുത്ത തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കടുകൊന്നും വേണ്ട, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. ശേഷം നമ്മളിത് നല്ലോണം അടച്ച് വെക്കുക. അടച്ച് വെക്കണം, എന്നാലുള്ള ഈ പച്ചമുളകിൻ്റെയും വേപ്പിൻ്റെയും വെളിച്ചെണ്ണയുടെ സ്മെല്ല് നമുക്കൊക്കെ പിടിച്ച് സൂപ്പറായി വരുള്ളൂ. ഇന്ന് സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കൂട്ടുകറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ കൂട്ടുകറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പുട്ടുക്കൊക്കെ നമ്മൾ കടലക്കറി ഉണ്ടാക്കണം, കാപ്പി കടലല്ലേ, അത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം നേരത്തെ. എന്നിട്ട് പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലല്ല വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെന്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അത് ഇതൊക്കെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടല വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏത്തക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേന് ഇത് വെന്ത് നല്ല വറ്റി വന്നിട്ടുണ്ടാകും. കൂട്ടുകറിക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കണം, അരച്ചെടുക്കണം. ഞാൻ ഒരു ചെറിയ മുറി തേങ്ങൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇടുക. നല്ലോണം പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല, കാരണം ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത തേങ്ങ അങ്ങനെ ഇടുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകറിക്ക് നമ്മൾ അരച്ചൊഴിക്കുന്ന തേങ്ങ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വറുത്തിടുന്ന തേങ്ങ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ കൂട്ടുകറിക്ക് ഞാൻ അരച്ച തേങ്ങ ഇതിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പൊന്ന് വറ്റി വരാൻ ടൈമിൽ നമുക്ക് വറുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂട്ടുകറി ഒന്ന് കടയിറക്കണം. കൂട്ടുകറിക്ക് വെച്ച് കൊടുക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കുറുക്കു കാളനാണ്. വാഴക്ക കഴുകി എടുത്തത് ഇട്ട് കൊടുക്കാണ്. നമുക്കിതിലേക്ക് ചേന ഒന്ന് കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി വാഴക്ക ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നും അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് തൈരും കൂടി ചേർത്തും കൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ ഞാനൊരു 1 കപ്പോളം തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കൊരു 1/2 കപ്പും കൂടി ഇതിലേക്ക് തൈര് ഒഴിക്കണം. അത് നമ്മൾ ഇതിലേക്ക് തേങ്ങ അരക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അരച്ചാൽ മതി. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നമുക്ക് അടച്ചേക്കാം. ഇതൊക്കെ നമുക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. എന്നിട്ട് അതും ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് തൈരും കൂടി ഒഴിച്ചങ്ങാണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചേനി വാഴയ്ക്കും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കടുകറുത്ത് പാരും ചെയ്യാം. അപ്പോൾ കടുകറുക്കണത് നെയ്യിലാണ് നമ്മൾ കടുകറുക്കണത്. ബാക്കിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകറുത്തതിന് പകരം ഇത് നെയ്യിൽ നമുക്ക് കടുകറുത്ത് ഒഴിക്കുക. അതാണ് ടേസ്റ്റ്. ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഉലുവാപ്പൊടി വിതരണം. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ നല്ല ടൈറ്റാവും. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തേക്ക് മാങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മാങ്ങ അരിഞ്ഞേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അടുപ്പത്ത് വെക്കാം. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ മാത്രമേ ഒഴിക്കണുള്ളൂ, അല്ലാതെ 2 തേങ്ങാപ്പാലും ഒഴിക്കണില്ല. നല്ല കട്ടിയുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിച്ചു. ശേഷം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചെടുക്കാം. തൈര് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫാക്കിയിട്ട് നമുക്കിത് കടുകറുത്ത് പാരാം. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയാണിത്. ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളകും പൊടി, 1 ടേബിൾ സ്പൂൺ ശർക്കര, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പൈനാപ്പിളിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും പിന്നെ അതുപോലെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുക. പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതരപ്പൊടി വാങ്ങിക്കാം. പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് മാത്രം ഇട്ടുകൊണ്ട് നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ടാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേവിച്ചെടുത്ത ബീട്രൂട്ടാണിത്. ഞാനിതൊക്കെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബീട്രൂട്ട് കിച്ചടി ഞാൻ കടുക് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കടുകും പിന്നെ വറ്റൽമുളകും വേപ്പിൻ്റെലായിരുന്നു. നമ്മൾ അതും റെഡിയായി. ഇനി ഞാൻ കയ്പ്പക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്, പാവക്ക കിച്ചടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്പ്പക്ക നുറുക്കിങ്ങാണ്ട് ഒന്ന് പൊരിച്ചെടുക്കണം ആദ്യം. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമുള്ള സംഭവമല്ല, എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമുള്ള ഇതാണ്, സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇനി നമുക്കിത് ഈ അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കടുക് ഇട്ട് കൊടുക്കുക 1 ടീസ്പൂണ്. പിന്നെ നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് തൈരാണ്. തൈര് 1/2 കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തൈര്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്തത് നമ്മൾ പൊരിച്ചെടുത്ത പാവയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കടുകറുത്തിട്ട് ഒഴിച്ച് അതിലേക്ക് ഇത്ര ഉള്ളൂ, ഈസി ആയിട്ട് റെഡിയാക്കുക. അപ്പോൾ അത് മറക്കരുത്, നമ്മൾ തേങ്ങയിൽ ചെറിയ ജീരകമല്ല ചേർക്കേണ്ടത്, കടുകാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ വെള്ളം കൂടിയും ചേർത്തുകൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമുക്ക് ചെറിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും ഇട്ടുകൊണ്ടാണ് അരച്ചെടുക്കേണ്ടത്.
കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കടുവറുത്ത് പാരുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കറിയാണ്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസിൽ ഉണ്ടാക്കുക, കാരണം ചൂടാറി കഴിഞ്ഞാൽ പരിപ്പായതുകൊണ്ട് അത് ടൈറ്റാകും. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് കുറച്ചെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. ഒരു ചെറിയൊരു ഉരുള പുളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പിഴിഞ്ഞെടുക്കുക. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് രസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ഉള്ളീൻ്റെ മിക്സ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഇടാൻ, നമ്മൾ സാമ്പാർക്കൊക്കെ ഇടുന്ന കായമില്ല, അതൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനത് ഇതിലേക്ക് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം പുളിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ലൂസായിട്ട് പിഴിയുക. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കുക. ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രസം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസമാണ്. ഞാൻ പായസം ഉണ്ടാക്കിയത് സേമിയ പായസമാണ്. ഇത് പിങ്ക് കളറിലുള്ള സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് വിശദമായിട്ട് കാണിക്കണില്ല, കാരണം നേരം വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ കരുതിയത് നമ്മൾ കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള ഒരു പായസമായിരുന്നു. അപ്പോൾ അതിനൊന്നും ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പം ഈ പായസം ഉണ്ടാക്കിയതായിരുന്നു. ഇതൊക്കെ ഞാൻ പഞ്ചസാര കേരമൽ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ നമ്മളെ സാധാ പായസത്തിനേക്കാളും വേറെ ടേസ്റ്റും വരും, പിന്നെ കളറിനും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പിന്നെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാബേജ് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് കൊണ്ടാട്ടം പപ്പടമൊക്കെ പൊരിച്ചെടുത്ത്. കൊണ്ടാട്ടം നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഞാനല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങളും ഉണ്ടാക്കലുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടേണ്ട വീഡിയോ. പിന്നെ ഞാൻ സദ്യക്കൊക്കെ റെഡിയായി, ഞങ്ങൾ വിളമ്പി കഴിക്കാനായി. അപ്പോൾ സദ്യ വിളമ്പൻ്റെ ടെക്നിക്കൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ ഞങ്ങൾ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പും പിന്നെ നമ്മളെ നെയ്യും പിന്നെ കാളനും ഓലനും അവിയൽ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി. അപ്പോൾ നമുക്ക് ഇല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇല ഞങ്ങൾ ലുലുവിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ മഞ്ഞ കളറിലുള്ള ഇലയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ നമ്മൾ സുപ്ര വാങ്ങിയാണ്ട് അത് ഇലൻ്റെ പച്ച കളറിൽ തന്നെ വാങ്ങിയാണ്ട് അതിലങ്ങനെ വിളമ്പി കഴിച്ചത്. സദ്യയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കണതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പാർസലാക്കാണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്മാരെ റൂമിലേക്ക്. അപ്പോൾ അതൊക്കെ പാർസലാക്കി വെച്ചിട്ട് ശേഷമാണ് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ അവർക്ക് ചോറും കറികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.